ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഇന്നലെ വൈകുന്നേരം ഒരു 10:10 ആയപ്പോൾ ഒരു പ്രാർത്ഥന വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 150 ഡീക്കന്മാരുടെ 2-3 അച്ഛന്മാരുടെ കൂടെ പ്രാർത്ഥന കിട്ടിയായിരുന്നോ? ഹല്ലേലൂയ. അത് കറക്റ്റ്. അവർ ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മുടെ ഡീക്കന്മാർ ഒരുപാട് പേര് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. പിന്നെ ഒരുപാട് പേര് ടോക്ക് കേൾക്കുന്നവരാണ്. പിന്നെ ഡീക്കന്മാരുടെ വീട്ടുകാരാണ്. ഒരുപാട് പേര് അന്വേഷണം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ വെച്ചപ്പോൾ വേറെയുള്ള കുടുംബാംഗങ്ങൾ അന്വേഷണം എല്ലാം എനിക്ക് കിട്ടി ബോധിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തിരിച്ചു തന്നു വിട്ടിട്ടുണ്ട്. അവരോട് ചോദിച്ച് മേടിച്ചോണേ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മുടെ സഹോദരങ്ങൾ, ഇന്ന് 2597 എപ്പിസോഡാണ്. 2600 എത്താൻ വേണ്ടി പോവാണ്. എല്ലാ 100ാമത്തെ എപ്പിസോഡും മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് വേണ്ടി, ഡെലിവറിക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എപ്പിസോഡുകളാണല്ലോ. ഇപ്പോൾ ഈ ദിവസങ്ങൾ 2-3 സാക്ഷ്യം വായിക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരെ പഴയ 100ാമത്തെ എപ്പിസോഡിന് തൊട്ട് മുമ്പുള്ള 1-2 എപ്പിസോഡുകൾ 100 അങ്ങനെ കേട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ധാരാളം മക്കളുള്ള കുടുംബങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് എത്രയും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു. ഇന്ന് പേര് സാക്ഷ്യം വായിക്കാം. ഈശോ സ്നേഹം നിറഞ്ഞ് വിനോദിച്ച സാക്ഷി അയച്ചിരിക്കുന്നത് ചിന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സാക്ഷി അയച്ചിരിക്കുന്നത്. ഞങ്ങൾ അച്ഛൻ്റെ കുടുംബാംഗങ്ങളാണ്. ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഇത് എഴുതുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായെങ്കിലും കുഞ്ഞുങ്ങളായിരുന്നില്ല. 3 തവണ ഞാൻ കൺസീവ് ചെയ്തെങ്കിലും എല്ലാം മിസ്കാരേജ് ആയി, അബോർഷൻ അങ്ങനെ സംഭവിച്ചു പോയി. ഓരോ തവണയും പിന്നെ ഞാൻ ദൈവത്തിൽ നിന്ന് അകലാൻ വേണ്ടി തുടങ്ങി. ശ്രദ്ധിക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണേ. അത് നാച്ചുറലായിട്ട് അങ്ങനത്തെ ഒരു വിഷമത്തിൽ സങ്കടത്തിൽ എന്താ പിള്ളേരെ തരുന്നില്ല, എല്ലാം അങ്ങനെ പോവാണ്. പക്ഷെ പിന്നീട് ദൈവത്തിന് മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ എന്നൊരു തിരിച്ചറിവിലേക്ക് ഞാൻ വന്ന് വീണ്ടും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അഭിഷേകത്തിനൊക്കെ ഞാൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കാതെ അഭിഷേകാഗ്നിയിൽ ഒരു സാക്ഷ്യം കേട്ടു. അഭിഷേകാഗ്നിയിൽ കേട്ട സാക്ഷ്യം കേട്ടത് എങ്ങനെയാണ്? ബിനോയച്ചന്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുഞ്ഞിനെ ലഭിച്ചതായിട്ടുള്ള ഒരു സാക്ഷ്യം അഭിഷേകാഗ്നിയിൽ കേട്ടു. അപ്പൊ നോക്കിയേ, അപ്പൊ ഞാനാണെങ്കിൽ സാധാരണ ഈ കുഞ്ഞു ടോക്കിലെ സാക്ഷ്യം ഇവിടെയല്ലേ വായിക്കാറുള്ളൂ. പക്ഷെ ഏതോ ഒരു ടോക്കിൽ അഭിഷേകാഗ്നിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞു ടോക്കിനെ കുറിച്ച് റെഫറൻസ് അഭിഷേകാഗ്നിയിൽ വന്നു. 2024 ജനുവരിയിൽ ഞാൻ പ്രഗ്നന്റ് ആയി. പക്ഷേ അബോർഷൻ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഹൈ റിസ്ക് കേസാണെന്നാണ് ഡോക്ടർമാർ തന്നെ കണ്ടത്. വളരെ സൂക്ഷിക്കാൻ നിർദ്ദേശം കിട്ടി. നല്ല മനക്കരുത്തുണ്ടെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന എനിക്ക് ദിവസം ചെല്ലുന്തോറും ധൈര്യം ചോർന്നു പോകാൻ തുടങ്ങി. 9 മാസം കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നാൽ ഭയം എന്നെ പിടികൂടി. ഒടുവിൽ എന്റെ പേടി കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്നൊരവസ്ഥ വരെ എത്തി. കാരണം ഭയം കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഡോക്ടർമാർ തന്നെ പറഞ്ഞു ഇങ്ങനെ എങ്ങനെയാ സ്ഥിതിയാണ്. അപ്പോൾ ആ സമയത്താണ് കറക്റ്റ് അഭിഷേകം നിലത് കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തിന്റെ ഒരു പ്രവർത്തനം കണ്ടു നോക്കിയേ, ദൈവത്തെ കണക്ട് ചെയ്യുന്നത് കണ്ടോ. എന്നിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ അങ്ങനെയാണ് ആദ്യം ഈ കുഞ്ഞിട്ടൊക്കെ കേൾക്കുന്നത്. അതാണ് രസം. അഭിഷേകത്തിനുണ്ട്, പക്ഷേ ഇത് കേൾക്കാറില്ല. അപ്പൊ എന്താ വെച്ചാല്, അപ്പൊ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ ടോക്ക് കേൾക്കാൻ വേണ്ടി ആരംഭിച്ചു. കൂടെ ഗർഭിണികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക എപ്പിസോഡ് 2 വീതം കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. ഏത് 100ാമത്തെ എപ്പിസോഡ് തപ്പിയാലും നിങ്ങൾക്ക് അത് കിട്ടും. അതിന്റെ തൊട്ട് മുമ്പ് 2-3 സാക്ഷ്യം കിട്ടും. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ 500, 400, 300 പൊറോട്ട അങ്ങോട്ട് പോയച്ചാൽ മതി. അപ്പൊ തന്നെ എത്ര എപ്പിസോഡ് എന്ത് ചോദിക്കുമ്പോൾ 2600 എത്തുമല്ലേ. എന്റെ നഷ്ടപ്പെട്ട ധൈര്യം പതുക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പൊ നോക്കിയ എല്ലാം ഡിഫറെന്റ് വചനങ്ങൾ, ഡിഫറെന്റ് പ്രാർത്ഥനകൾ. അപ്പൊ പതുക്കെ നോക്കിയ വിശ്വാസം, വചനം, അല്ലെ, ധൈര്യം എല്ലാം തിരിച്ചു കിടണം. ഈ കുഞ്ഞിനെ എനിക്ക് ഈശോ തന്നതാണ്. ഞാൻ ഈ പ്രഗ്നൻസി ഈശോയുടെ കംപ്ലീറ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡെലിവറിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ. അതൊക്കെ അത് കാണുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ ഒരു പുളക്കം. അപ്പൊ ആൾക്കാർ ചോദിക്കുകയല്ലേ, അല്ലേ, നഴ്സുമാരൊക്കെ ചോദിക്കാം. അങ്ങനെ ദൈവകൃപയാൽ 9 മാസം തികഞ്ഞ് ഞാൻ പ്രസവിച്ചു. 2024 സെപ്റ്റംബറിൽ ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അടുത്ത മാസം അവൾക്ക് 1 വയസ്സ് തികയും. അച്ഛൻ്റെ ടോക്കിലൂടെ ഹല്ലേലൂയ പറയുമ്പോൾ ഞങ്ങളോടൊപ്പം അവളും കൈ ഉയർത്തി പിടിക്കും. അത് നമ്മുടെ കുഞ്ഞു ടോക്കിന്റെ കൊച്ചാണ്, അല്ലേ. അപ്പോൾ പല കുട്ടികളുണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകാഗ്നി കുട്ടികൾ, അല്ലേ. പിന്നെ നമ്മുടെ ഫ്രൂട്ടോമേരി കുട്ടികൾ, നമ്മുടെ സിസ്റ്റേഴ്സിന്റെ, അല്ലേ. അപ്പൊ അത് കൂടി, അല്ലേ, അങ്ങനത്തെ വലിയ ദൈവമാണ്. പിന്നെ കുഞ്ഞു ടോക്കല്ലേ, കുഞ്ഞുങ്ങൾ, അതൊക്കെ ദൈവത്തിന്റെ കരുണയാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ ഇത്ര വില അനുഗ്രഹം നന്ദി, ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷ്യം എഴുതി അയച്ചിരിക്കുകയാണ്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ പ്രാർത്ഥിക്കണം.
ഇന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ നടത്താം. അപ്പം ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം ഓർക്കേണ്ടത് മക്കളില്ലാത്ത ദമ്പതികൾക്കും പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക്, ഡെലിവറിക്ക് ഒരുങ്ങുന്നവരെ, കോംപ്ലിക്കേഷൻ ഉള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 6-ാം തിരുവചനമാണ്. ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 6:6. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിനെക്കുറിച്ചും കർത്താവ് വിസ്മയിക്കും. ബൈബിളില് കർത്താവ് ഒരുപാട് തവണ വിസ്മയിച്ചു, അല്ലെ? അത്ഭുതം ഒക്കെ കാണുന്നതിന്റെ ഒക്കെ അപ്പുറത്തോടെ വിസ്മയിച്ചു. അതൊരു പ്രത്യേക എക്സ്പ്രഷൻ ആണല്ലോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട്, കാനാൻകാരിയുടെ വിശ്വാസം കണ്ടിട്ട്, ബൈബിളിൽ ഇങ്ങനെ ഒരുപാട് വ്യക്തികളുടെ വിശ്വാസം കണ്ടിട്ട് അവൻ അത്ഭുതപ്പെട്ടു, അവൻ വിസ്മയിച്ചു എന്ന് പറയുന്ന പല വചനങ്ങളുണ്ട്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സംഗതിയാണ്. എന്നാന്നറിയാവോ? അവരുടെ ഇപ്പൊ മർക്കോസ് 6:6 എങ്ങനെയാണ്? അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറിച്ച് അവൻ വിസ്മയിച്ചു. അപ്പൊ അതിനെക്കുറിച്ചും കർത്താവ് വിസ്മയിക്കും. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസരാഹിത്യത്തെ കുറിച്ച് കർത്താവ് വിസ്മയിച്ചു. അതിന്റെ പശ്ചാത്തലം എങ്ങനെയാ? അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോ സ്വദേശത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നോക്കി ആ പരിസര പ്രദേശങ്ങൾ കർത്താവ് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തി, മാനസാന്തരങ്ങൾ ഈശോയിലേക്ക് വരികയാണ്, ദൈവരാജ്യത്തിലേക്ക് വളരെ വരികയാണ്. അപ്പൊ സ്വന്തം നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തെ ചില ആൾക്കാർ പറയാം, ഹേയ് ഇവന്റെ ഇവിടുത്തെ ഞാനോ ഇതൊക്കെ ഇത് എവിടുന്ന് കിട്ടിയതല്ല, ഇവന്റെ കുടുംബക്കാരല്ല നമ്മുടെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗാണ്. ഡയലോഗിൽ മുൻപന്തിയിൽ നിൽക്കും, പ്രാർത്ഥനയിൽ പുറകിലുമായിരിക്കും. അങ്ങനെയുണ്ട്. ഡയലോഗിൽ മുൻപന്തിയിൽ ആൾക്കാരുണ്ട്, വിശ്വാസത്തിന്റെ കാര്യത്തിൽ പുറകിലുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈശോ ലാസ്റ്റ് പറയാം, അവനവിടെ 1-2 കുറച്ച് രോഗികളെ ജസ്റ്റ് ഒന്ന് തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഈശോ ഒന്നും അവിടെ ചെയ്തില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സന്ദേശമാണ് അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. അപ്പൊ അതുകൊണ്ട് ശരി എന്റെ സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ട ചേച്ചിയതിന്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു ഇൻസിഡന്റ് ഉണ്ടായി, പക്ഷെ ചേച്ചി ഈശോ സഹായിച്ചു, പെട്ടെന്ന് തന്നെ വിശ്വാസത്തിലേക്ക് ചേച്ചി വേഗം കയറി വന്നു. അതാണ് അതിന്റെ പോസിറ്റീവ് കാര്യം. അപ്പൊ അതുകൊണ്ട് ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഒരു അവിശ്വാസ ചിന്തകളോ സംശയമൊക്കെ വരാം, പക്ഷെ വീണ്ടും പിടിച്ച് കയറി വരണം. അപ്പൊ അതുകൊണ്ട് ഈശോ നമ്മുടെ എനിക്ക് ഒരു ചോദ്യമുണ്ട്: ഈശോ നമ്മുടെ വിശ്വാസത്തെ കണ്ട് വിസ്മയിക്കുമോ, നമ്മുടെ അവിശ്വാസത്തെ കണ്ട് വിസ്മയിക്കുമോ? ചിന്തിക്ക്. ഇനി ഈശോ വിസ്മയിക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈശോയ്ക്ക് വിസ്മയം വരികയാണ്. അതിൽ കൂടുതൽ വിശ്വാസത്തെ കണ്ടിട്ടുള്ള വിസ്മയമാണ് ഈശോയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ തുടരെ അവിശ്വാസം കണ്ടിട്ടുള്ള വിസ്മയമാണ് ഉണ്ടായിരിക്കുന്നത്. ചിന്തിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, തീരുമാനമെടുക്കണം. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ആരാധന ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇന്ന് ആ ടോക്കിൽ ആ സഹോദരി വായിച്ച സാക്ഷ്യത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഈ പ്രഗ്നൻസി കർത്താവിനാൽ കംപ്ലീറ്റ് ചെയ്യപ്പെടും. ഈ പ്രഗ്നൻസി കർത്താവ് ഞങ്ങൾക്ക് തന്ന കുഞ്ഞാണ്. ഇത് മാസം തികഞ്ഞ് പ്രസവിക്കും. ആ വിശ്വാസം വർദ്ധിച്ച് വന്നു. കർത്താവ് അപ്പസ്തോലന്മാരെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപസ്മാര രോഗിയുടെ പിതാവ് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിഷ്കളങ്ക വിശ്വാസം ഉണ്ടാകട്ടെ കർത്താവ്. എന്റെ ദൈവമേ, ഇപ്പോൾ ഓരോ സംഭവത്തിനും മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വചനപ്രകാരം കർത്താവ് ഞങ്ങളുടെ വിശ്വാസം കണ്ട സ്വർഗം വിസ്മയിക്കാൻ ഇടവരാൻ തക്ക വിധമുള്ള ഒരു വിശ്വാസം ദൈവത്തിന്റെ ദാനമാണല്ലോ. ആ വിഷയം ഓരോരുത്തരും വന്ന് നിറയട്ടെ, വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവ് പ്രത്യേക ഒരു ബ്ലെസ്സിങ് നൽകുന്നത് ഈ നാളുകളിൽ മനസ്സിന്റെ ധൈര്യം ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതിന് ചോർന്നു പോവുകയാണ്. വിശ്വാസം കുറയുകയാണ്. കർത്താവ് മനസ്സിന്റെ ധൈര്യം കിട്ടുന്നില്ല, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവ് അത് ഏത് വിഷയത്തിലാണെങ്കിലും, ആരോഗ്യത്തിന്റെ കാര്യത്തിലാകട്ടെ, മക്കളുടെ കാര്യത്തിലാകട്ടെ, ജോലിയുടെ കാര്യത്തിലാകട്ടെ, സാമ്പത്തിക കാര്യത്തിലാകട്ടെ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, എന്തെങ്കിലും ഇങ്ങനെ മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ സ്തുതിക്കുകയാണ്. കർത്താവ് ഈ ആശീർവാദം നൽകുമ്പോൾ സ്വർഗത്തിന്റെ കൃപയോടെ അങ്ങനെയുള്ളവരെ തൊട്ടനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.